നിങ്ങൾ കണ്ടില്ലേ രണ്ട് തമ്മിൽ ഡിഫറൻറ്റ്. ഇവിടെ നമുക്ക് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള ഒരു സ്ക്രീനാണിത്. ഹുവാവി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ കിട്ടുമോ, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് കിട്ടുമോ, ഗൂഗിൾ മ്യൂസിക് കിട്ടുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സിനുണ്ട്. ആ ഡൗട്ടൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഗൂഗിളിലുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഞാനിതിൽ വന്നു. ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ ഡ്രൈവ് എല്ലാതും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് തന്നെ നമ്മുടെ iPhone 30 Pro Maxനായിട്ട് നമുക്ക് കട്ടക്ക് സൂമുണ്ട്. നമ്മുടെ സാംസങ്ങിൻ്റെ S22നായിട്ട് നമുക്ക് കട്ടക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. HUAWEI P50 പോക്കറ്റ്. P50 ഓൾറെഡി സാധനം ലോഞ്ച് ആയിട്ടുണ്ട്, സാധനം വന്നിട്ടുണ്ട്. നമ്മൾ പക്ഷേ വീഡിയോ ചെയ്തിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് P50 കാണിച്ചു തരാം. ഈ സാധനം ഒന്ന് അൺബോക്സ് ചെയ്തല്ലോ നമുക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ P50 പോക്കറ്റ്. P50 പോക്കറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കിടക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നത്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. HUAWEI P50 പോക്കറ്റ്. നമുക്കിതിൻ്റെ ബോക്സ് വളരെ സിമ്പിളായിട്ട് P50 പോക്കറ്റ് നിങ്ങൾക്ക് കാണാം ബോക്സ്. പിന്നെ ഇവർ പ്രത്യേകം ആപ്പ് ഗാലറി മെൻഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കാരണം നമുക്ക് ഗൂഗിൾ ഇവരിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ മെയിനായിട്ട് പ്ലേ സ്റ്റോറും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷനൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളിതിൻ്റെ ബോക്സ് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കണ്ടോളൂ, ഇതിൻ്റെ ബോക്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന മക്കളെ P50 പോക്കറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് അതിൻ്റെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു പേപ്പറും കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോക്സിനുള്ളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സിം എടുക്കാനുള്ള ഒരു സുന എന്താ പറയണമെന്ന് നമുക്കറിയില്ല. ഓക്കെ, പിന്നെ നമുക്കൊരു പൗച്ചുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. വാവ് കിഡിലൻ പൗച്ചാണല്ലോ സംഭവം കണ്ടിട്ട്. പൗച്ചിൻ്റെ ഉള്ളിലൊരു യൂസർ മാനുവലും കാര്യങ്ങളും. ഓക്കെ ജസ്റ്റ് ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോക്കറ്റ് ഇത് ഫോൾഡിങ് ഫോണാണ്. അപ്പോൾ നമുക്കതിൻ്റെ പൗച്ച് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നല്ല ക്വാളിറ്റി നല്ല നൈസ് പൗച്ചാണ് കേട്ടോ. സംഭവം നല്ല സ്റ്റാൻഡേർഡാണ്. നമുക്ക് ബാക്കി എന്തൊക്കെ ഇതിൻ്റെ ബോക്സിലുണ്ട് നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ബോക്സിൽ വേറെ സെപ്പറേറ്റ് ഒരു കേബിൾ വരുന്നുണ്ട്. കേബിളുണ്ട്. ഓക്കെ, സി പോർട്ട് കേബിളാണ്. അടുത്ത് നമുക്കിതിൽ 40 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഓക്കെ, ബോക്സ് കാലി ഇതിലൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫോൺ നമുക്ക് അങ്ങോട്ട് എടുക്കാം. സോ നമ്മളിതാ ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് കാണാൻ ആകാംക്ഷ ഉണ്ടാവില്ലേ? ബാക്ക് ഞാൻ കണ്ടിട്ട് നല്ല സംഭവം നല്ല കിടിലൻ സ്റ്റൈല് ലുക്ക് കിട്ടും. നമ്മുടെ HUAWEI P50 പോക്കറ്റ്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ബാക്ക് ഡിസൈൻ കാണുമ്പോൾ ഒരു പാറ്റേൺ വർക്ക്, നല്ലൊരു പാറ്റേൺ വർക്ക് ഉണ്ട്. അതിൻ്റെ ആ ഒരു ടെക്സ്ചറിങ് ഒക്കെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചറിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഡിസൈനിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഡിസൈനാണ്. ബാക്കിലുള്ള സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മൾ പോക്കറ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ളൊരു സ്ക്രീനാണിത്. ഓക്കെ, എന്തല്ലേ സംഭവം. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു മോഡലിൻ്റെ ഒരു ഫോൺ ഓർമ്മ വരുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും കമൻ്റ് ഇടുക ഏതാണെന്നുള്ളത്. ഓക്കെ, ഗൈസ് P50 Pro നിങ്ങൾ കണ്ടില്ലേ രണ്ട് തമ്മിൽ ഡിഫറൻറ്റ്. ഇവിടെ നമുക്ക് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ സൈസ് ഒന്നുകൂടി മറ്റതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടുതലാണ് സൈസ്. പിന്നെ ഇതിൻ്റെ ക്യാമറനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാമറ അത്ര പോരാ. അത് നമ്മൾ എടുത്ത് പറയണം. കാരണം എന്താ വെച്ചാൽ ഇതാണ് ക്യാമറയിൽ കില്ലാടി രാജാവ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് നമുക്ക് ക്യാമറയിൽ അത്ര ഉഷാറല്ല 40 മെഗാ പിക്സലുള്ള ക്യാമറയിൽ. പക്ഷെ നമുക്ക് ഇതിൻ്റെ ക്യാമറ 50 മെഗാ പിക്സൽ ക്യാമറ വരുന്നുണ്ട്. ഇത് പിന്നെ ഒന്നുകൂടി സ്ലിമ്മാണ്. ഇതിനെ അപേക്ഷിച്ച് വെക്കുമ്പോൾ ഒന്നുകൂടി സ്ലിമ്മാണ്.
അത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷേ എനിക്കിതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കർവല്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കർവായിട്ടാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും രണ്ട് ഫോണും നമുക്ക് വളരെ എന്താ പറയുക, കയ്യിൽ ഒതുങ്ങാവുന്ന നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലം ഫോണാണ് രണ്ട് ഫോണുകളും. ഞാൻ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ടേൺ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഹുവാവി. ഓക്കെ, ഫോൾഡിങ്. ഓഹോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ക്രീന് നമുക്ക് ഇവിടെ കാണുന്നുള്ളത്, നിങ്ങൾക്കിപ്പോൾ കാണാം. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് അൺഫോൾഡ് ദ ഫോൺ എന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്, അൺഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അൺഫോൾഡ് ചെയ്തു. ഞാൻ പിന്നെ ഈ ഒരു സ്ക്രീനിനെ പറ്റി പറയണം. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എന്ത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഒരു മെയിൽ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അത് കൂടാതെ നമുക്ക് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ നമ്മളിപ്പോൾ സെൽഫി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നതിന് പകരം നമുക്ക് ബാക്ക് ക്യാമറ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ നമ്മുടെ ഫേസ് കാണാൻ പറ്റും. അങ്ങനെ നമുക്കിതിലൊരു ഫ്യൂച്ചർ വരുന്നുണ്ട്. ലൈക്ക് ഗോപ്രോയിലൊക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, നമുക്കൊരു സ്ക്രീൻ കാണുമ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ നോക്കിയിട്ട് പോകാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്ക് മറ്റേ ഫോൺ വരുന്നത് 6.6 ഇഞ്ചസ് ആണ് ഡിസ്പ്ലേ വരുന്നെങ്കിൽ, നമുക്കിത് 6.9 ഇഞ്ചസ് ആണ് ഡിസ്പ്ലേ നമുക്ക് വരുന്നത്, ഇതിൻ്റെ സൈസ് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് ഇതിൻ്റെ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റത് നമുക്ക് 50 മെഗാ പിക്സൽ, ഇത് നമുക്ക് 14 ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 40 മെഗാ പിക്സൽ ക്യാമറ ആണ് വരുന്നത്. അതുപോലെ തന്നെ 30 മെഗാ പിക്സൽ നമുക്ക് വേറൊരു ക്യാമറ. നമുക്ക് ടോട്ടൽ 3 ക്യാമറ ആണ് ഇതിൽ വരുന്നത്. മറ്റതിൽ നമുക്ക് 4 ക്യാമറ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 1, 2, 3 ടോട്ടൽ 3 ക്യാമറ, പിന്നെ ഒരു ഫ്ലാഷ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്യാമറ നമുക്ക് വരുന്നത് 30 മെഗാ പിക്സൽ, മൂന്നാമത്തെ ക്യാമറ നമുക്ക് 32 മെഗാ പിക്സൽ. അങ്ങനെ 3 വേരിയൻറ്റിലാണ് നമുക്ക് ക്യാമറാസ് വരുന്നത്. അടുത്ത നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് 10.7 മെഗാ പിക്സലാണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. 4000 mAh ആണ് നമുക്കിതിൻ്റെ ബാറ്ററി വരുന്നത്. അതും നമുക്ക് മറ്റതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റത് നമുക്ക് വരുന്നത് 4360 mAh ആണ് ബാറ്ററി നമുക്ക് വരുന്നത്. ഇത് നമുക്ക് വെറും 4000 വരുന്നുള്ളൂ mAh. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ആയതുകൊണ്ടാവും നമുക്ക് ആ ഒരു ഡിഫറൻറ്റ് വരുന്നത്. ഓക്കെ, സോ അടുത്തത് നമുക്കിതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ നമുക്ക് വരുന്ന പ്രോസസ്സർ പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് നമുക്കിതിൽ വരുന്നത്. സോ ഗൈസ്, നമുക്ക് ഈ ഒരു മോഡലിൽ ഈ ഒരു കളറെല്ലാം നമുക്ക് ഗോൾഡ് വരുന്നുണ്ട്, പക്ഷേ അത് റേറ്റ് കുറച്ചും കൂടി കൂടും. നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. 5100 ആണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ പ്രൈസ് ഇത്രയും കൂടുതലല്ല ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സിറ്റി ചോയ്സിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ എന്തായാലും ഞാൻ അവരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ P50 Pro ഇതിൻ്റെ ചെറിയൊരു സ്പെക്സും ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം. അത് കൂടാതെ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞു, ഞാൻ ആപ്പ് ഗാലറി ഇവർ പറഞ്ഞല്ലോ, ഹുവായിൻ്റെ ആപ്പ് ഗാലറി. അപ്പോൾ ഞാൻ നിങ്ങൾക്കിതിൽ ഇപ്പോൾ ഒരുപാട് പേർക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതിൽ ഗൂഗിൾ കിട്ടുമോ, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് കിട്ടും, ഗൂഗിളിൻ്റെ ഒരുപാട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സോ ഗൈസ്, നമ്മുടെ അടുത്തുള്ളത് P50 Pro ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ക്യാമറനെ പറ്റി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ക്യാമറ വരുന്നത് 50 മെഗാ പിക്സൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് കൂടാതെ നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 4 ക്യാമറ വരുന്നുണ്ട്. നമുക്ക് ഒരു ക്യാമറ വരുന്നത് 40 മെഗാ പിക്സൽ, പിന്നൊന്ന് വരുന്നത് നമുക്ക് 30 മെഗാ പിക്സൽ, പിന്നൊന്ന് നമുക്ക് വരുന്നത് 64 മെഗാ പിക്സലുള്ള ക്യാമറ ആണ് പിന്നൊന്ന് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100x സൂം ഉണ്ട്. നമ്മുടെ സാംസങ്ങിൻ്റെ S22 നമുക്ക് കട്ടൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ നമ്മുടെ iPhone 30 Pro Maxനായിട്ട് നമുക്ക് കട്ടക്ക് എന്ന് പറഞ്ഞാൽ കട്ടക്ക് നിൽക്കാൻ പറ്റിയ ഫോണാണ്. ഓക്കെ, പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വരുന്ന മോഡലിൽ ആ ഒരു ഫ്യൂച്ചർ ഇപ്പോൾ ഒഴിവാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കത് പറ്റും. പിന്നെ നമുക്കിതിൽ 256 അതുപോലെ തന്നെ 128 ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ ഞാൻ പറഞ്ഞല്ലോ ഐഫോണിനെത്തി കമ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിസ്പ്ലേ കാണിച്ചിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഡിസ്പ്ലേ ക്വാളിറ്റി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നല്ല കിഡിലും ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി. അതിനെ വെച്ചിട്ട് ഐഫോൺ കമ്പയർ ചെയ്യുമ്പോൾ 5 പൈസയ്ക്ക് ഇല്ല കേട്ടോ ഡിസ്പ്ലേ ക്വാളിറ്റി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് കമൻറ്റ് ഇടാം കാരണം ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ കാണിച്ചുകൊണ്ട് 2 വിഷ്വലും കൂടി കാണിച്ചുകൊണ്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഞാൻ വിഷ്വൽ, അതായത് ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉള്ളത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് അതിന് കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളും, അതായത് ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഹുവാവി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ കിട്ടുമോ, അതുപോലെ
അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് കിട്ടുമോ, ഗൂഗിൾ മ്യൂസിക് കിട്ടുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സിനുണ്ട്. ആ ഡൗട്ടൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് കേട്ടോ. പക്ഷെ ഇതിൽ ഒരുപാട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറയും ഞങ്ങൾക്ക് ഗൂഗിൾ ഇല്ലാതെ പറ്റില്ല എന്നുള്ളതൊക്കെ പറയും. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്ക് പ്ലേ സ്റ്റോറാണ് വേറെ കുറേ ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഐഫോൺ എടുക്കുമ്പോൾ അതിൽ പ്ലേ സ്റ്റോർ ഉണ്ടായിട്ടാണ്. അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിൻ്റേതായിട്ടുള്ള നമുക്ക് സോഫ്റ്റ്വെയർ iOSൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉള്ള വേറെ സോഫ്റ്റ്വെയർ ഇതുണ്ട്. നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് ആപ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്പ് ഗാലറി ഉണ്ട്. ഹുവാവിൻ്റെ ആപ്പ് ഗാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നമ്മൾ താഴോട്ട് വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വൈഫൈ കണക്ട് ചെയ്യണം. ഞാൻ വൈഫൈ കണക്ട് ചെയ്യണം നിങ്ങളോട് പറഞ്ഞില്ലേ. ഞാൻ ഇതിൻ്റെ എല്ലാ ഗൂഗിളും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കലെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് നമ്മൾ ഇതിൻ്റെ റാം പറയാൻ വിട്ടുപോയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ റാം വരുന്നത് 8GB റാമാണ് വരുന്നത്. ഇതിൻ്റെ P50 Pro പോക്കറ്റ് നമുക്ക് 8GB റാമാണ് വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ ഗൂഗിൾ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കണ്ടില്ലേ, ഓൾറെഡി നമുക്ക് ഗൂഗിൾ ഉണ്ട്. ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ ഇതിൽ ഓൾറെഡി അക്കൗണ്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കിത് ഹുവാവിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഗൂഗിൾ യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൂഗിളിന് സംബന്ധമായിട്ടുള്ള എല്ലാ ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ ഡ്രൈവ് എല്ലാതും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്കിതൊക്കെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. പലരുടെയും ഒരു ചിന്താഗതി ഉണ്ട് ഇതൊന്നും നമുക്ക് ഹുവാവിൽ കിട്ടില്ല എന്നുള്ളത്. അടുത്തത് നിങ്ങൾക്ക് ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. ഗൂഗിൾ മാപ്പ് ഞാൻ സെർച്ച് ചെയ്ത് മിസ്റ്റേക്ക് എന്നാലും നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് ഗൂഗിൾ മാപ്സ് ഗോ, ഇതേതാണെന്ന് അറിയില്ല എനിക്ക്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ പെറ്റൽ മാപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ല. ഇത് ഹുവാവിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു മാപ്പാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഒരു മാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഗൂഗിൾ മാപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയൊരു ആപ്പാണ്. കാരണം ഇതിൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. നിങ്ങൾക്കവിടെ കാണാം ഓൾ ഫുഡ്, കഫേസ്, ലഞ്ച്, നമുക്കൊരുപാട് PCR ടെസ്റ്റ്, ഇതൊക്കെ നമുക്കിപ്പോൾ ഇതിപ്പോൾ UAE ലൊക്കേഷൻ ബേസിലുള്ള മാപ്പാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ അത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാതും ഇതിലില്ലാത്ത ഫ്യൂച്ചേഴ്സ് എനിക്ക് തോന്നുന്നു ഇല്ല എന്നാണ്. അത്രയും ഫ്യൂച്ചേഴ്സ് നമുക്കിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാപ്പിൽ. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ മാപ്പ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ കുറച്ച് നോയ്സും കാര്യങ്ങളും, പക്ഷേ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് ഞാനിതിൽ യൂട്യൂബ് ഒന്ന് കാണിച്ചു തരാം. കാരണം എല്ലാവർക്കും യൂട്യൂബ് ഇല്ലാതെ പറ്റില്ല. കാരണം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ഓക്കെ, യൂട്യൂബ് നമുക്കിവിടെ ഓൾറെഡി യൂട്യൂബ് ഉണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുള്ളതാണ് യൂട്യൂബൊക്കെ. അടുത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ജിമെയിൽ ഇല്ലാത്തൊരൊറ്റ വ്യക്തികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ജിമെയിൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ജിമെയിൽ നമുക്ക് ഗോന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജിമെയിലോട്ട് പോയി. കണ്ടില്ലേ, ഇതാണ് ഗൂഗിള്. ഈ സംഭവമാണ് നിങ്ങളില്ല. ഇതിപ്പോൾ അറബിക്ക് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ UAE-ൻ്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് ലാംഗ്വേജ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ലാംഗ്വേജ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് കൊടുക്കാമെന്ന് വിഷയമുള്ളതല്ല. നിങ്ങൾ കണ്ടില്ലേ, ഗൂഗിളുണ്ട്. ഈ ഗൂഗിളാണ് പലരും പറയുന്നത് ഹുവാവിൽ കിട്ടില്ല എന്നുള്ളത്. അതുണ്ട്. പക്ഷേ എന്താണ് ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു ഫോൺ വരുമ്പോൾ അതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവരുടേതായിട്ടുള്ള ബ്രൗസറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ജസ്റ്റ് എൻ്റെ ഫോണെന്ന് കാണിച്ചാൽ, എൻ്റെ ഫോൺ നിങ്ങൾക്ക് കാണുമ്പോൾ ഗൂഗിൾ ക്രോം ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഞാൻ ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം നിങ്ങൾ ഗൂഗിൾ ക്രോം ഉണ്ട്. നമുക്കിതിൽ ഗൂഗിൾ ക്രോം ഇല്ല. അതിന് പകരമായിട്ട് ഞാൻ ജസ്റ്റ് ലോക്കായി ഒരു മിനിറ്റ്. ഓക്കെ, ഗൂഗിൾ ക്രോം ഇല്ല. അതിന് പകരം നമുക്കിവിടെ ഏതൊരു ബ്രൗസറുണ്ട്, ഹുവാവിൻ്റെ ഒരു ബ്രൗസറുണ്ട്. ഞാൻ ആ ബ്രൗസറിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിള് ഓക്കെ നമ്മളിവിടെ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. google.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിന് വരും. ഓക്കെ, ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിന് വന്ന് ഇനി നിങ്ങൾക്ക് ഇവിടെ അക്ബർ ഷബീർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഗൂഗിളിലുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാനിതിൽ വന്നു. ഓക്കെ, എൻ്റെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാം ഇമേജസിൽ. ഓക്കെ, ഞാൻ വരച്ച ചിത്രമാണ് ഈ കാണുന്നത്. എൻ്റെ വീട് ഓക്കെ, അക്രം ബൈനുള്ള വീടോ ഇതൊക്കെ ഞാൻ ചെയ്ത ആർട്ട് വർക്കാണ്.
പിന്നെ ശ്രീനിവാസനായിട്ടുള്ള ഫോട്ടോസ് ജസ്റ്റ് ഞാൻ തന്നെ ഇന്നെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഗൈസ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഗൂഗിൾ കിട്ടില്ല എന്നുള്ള ഒരു പരാതി ഇല്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അത് നിങ്ങൾ പറഞ്ഞോളൂ, ഞാനെടുത്ത് കാണിച്ചു തരും. സോ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഹുവാവിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മലയാളി അല്ല, ഹിന്ദിക്കാരാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ കോൺടാക്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ മലയാളം സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹുവാവിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ടും കാര്യങ്ങളും ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രൈസ് ഒന്നുകൂടി കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ബെസ്റ്റ് ഓഫറുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാഴ്ചനുള്ളിൽ നല്ല ബെസ്റ്റ് ഓഫർ വരുന്നുണ്ട് ഹുവാവിൻ്റെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടുപോകണം. താങ്ക് യു.